ഡിയർ ഫ്രണ്ട്സ്, തിരോധാനം എന്ന കഥയുടെ അവസാന ഭാഗമാണ് ഈ വീഡിയോ. ഏവർക്കും വിൻഡി നൈറ്റ്സിന്റെ ഓണാശംസകൾ. നമുക്ക് കഥയിലേക്ക് പോകാം. പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ അൻവറും ടീമും കിളിമാനൂറിൽ സാമിനായി വെയിറ്റ് ചെയ്തു നിന്നു. അധികം വൈകാതെ തന്നെ അവർക്കരികിലെത്തി സാം. അൻവർ, സമയം വൈകുന്നുണ്ട്. നമുക്ക് രാത്രി 10 മുന്നെയെങ്കിലും അവിടെ എത്തണം. താൻ എനിക്കൊപ്പം കയറിക്കോ. സാമിന്റെ നിർദ്ദേശം കിട്ടിയ പാടെ അവനൊപ്പം വണ്ടിയിലേക്ക് കയറി അൻവർ. നിമിഷങ്ങൾക്കകം ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര അവർ പുനരാരംഭിച്ചു. ഒപ്പം സ്റ്റേഷനിൽ നിന്നും സഹായത്തിനായി SIയെയും ടീമിനെയും അറേഞ്ച് ചെയ്തു. അൻവർ, എന്തായി ആ ഫാമിന്റെ ഉടമയുടെ ഡീറ്റെയിൽസ് കിട്ടിയോ? എന്താ അയാളുടെ പേര്? ഞാനത് മറന്നു. സർ, അവന്റെ പേര് പ്രജിത്ത്. അറിഞ്ഞിടത്തോളം ആളത്ര വെടിപ്പൊന്നുമല്ല. പക്ഷേ ഈ കേസിൽ അയാൾക്ക് ഇൻവോൾവ് ഇല്ല എന്ന് തോന്നുന്നു സാർ. അയാൾക്ക് മാത്രമല്ല, ആ കസിൻ ചെക്കനും ഈ കേസിൽ നിരപരാധിയാണ്. ഈ സെൽവത്തിന് കൊലയാളിയുമായി എങ്ങനെയോ നേരിട്ട് കണക്ഷൻ കിട്ടി. അതാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നതിനെ പറ്റി ഉടമസ്ഥർക്കും ധാരണയില്ലായിരുന്നു. ആ മറുപടി കേട്ട് അല്പസമയം മൗനമായി സാം. അപ്പോഴാണ് ഒരു കാര്യം അൻവർ ഓർത്തെടുത്തത്. സർ, ഈ സെൽവത്തിന്റെ ഒരു റിലേറ്റീവ് ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഒരു പ്രായമായ ഒരുത്തൻ. അയാൾക്കെന്തോ വയ്യായികയുണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ടൈം. കൂട്ടുനിൽക്കാൻ പോയ ഇവൻ അവിടുള്ള ഒരു നേഴ്സിനെ കയറി പിടിച്ച കേസായിരുന്നു. അന്നവർ പരാതിയൊന്നും കൊടുക്കാത്തത് കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി 2 പൊട്ടിച്ച് തിരിച്ചു വിട്ടിരുന്നു ഇവനെ. ഒരുപക്ഷെ ഈ സംഭവങ്ങളുമായി റിലേറ്റ് ആയിട്ടായിരിക്കണം അവനും ആ പന്നമോനും തമ്മിൽ കണക്റ്റ് ആയത്. ആ വിവരണത്തിൽ തൃപ്തനായിരുന്നു സാം. യെസ്, അത് തന്നെയാകണം. പെൺവിഷയത്തിൽ തൽപരനായി ഇവനെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു കാണും അവൻ. ആദ്യം അവനെ കൈ കിട്ടട്ടെ, അപ്പോൾ വ്യക്തമായ രൂപം കിട്ടും. എന്തായാലും ഇന്നിതിനൊരു പര്യവസാനം ഉണ്ടാവണം. ഇന്നവൻ രക്ഷപ്പെട്ടാൽ ചിലപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. സാമിന്റെ വാക്കുകളിലെ സീരിയസ്നെസ് തിരിച്ചറിയവേ അൻവറും അല്പം ടെൻഷനിലായി. പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. രാത്രി 9 മണിയോടെ അവർ പാലായിക്കെത്തി. വഴിയിൽ തന്നെ പാലാ സ്റ്റേഷൻ SI കാത്തു നിന്നിരുന്നു. സാറേ, അതിച്ചിരി കുഴപ്പം പിടിച്ച ഏരിയയാണ്. സിറ്റിയിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടൊരു സ്ഥലം. മെയിൻ റോഡിൽ നിന്ന് കുറേയങ്ങ് ഉള്ളിലേക്ക് പോണം. വലിയൊരു റബ്ബർ എസ്റ്റേറ്റ് ആണ്. അതിന്റെ ഒത്തനടുക്ക് ഒരു പഴയ വീട്. ഒരു മോടിക്ക് വേണേൽ ബംഗ്ലാവ് എന്ന് തന്നെ പറയാം. ചുറ്റുമതിലൊക്കെയുള്ള ഒരു വലിയൊരു വീട്. അവിടെ ഇപ്പോ എന്നാ തോന്നിവാസം വേണേലും കാട്ടാ സാറേ. അടുത്തെങ്ങും വേറെ വീടുകളില്ല, ആളനക്കവും ഇല്ല. ആ വിവരണം കേട്ട് സാം അല്പസമയം നിശബ്ദനായി. ശേഷം പതിയെ SIയെ നോക്കി. നമ്മുടെ ടീം ആ പരിസരത്തുണ്ടോ? ഉണ്ട് സാറേ, മെയിൻ റോഡിൽ നിന്ന് തിരിയുന്ന ഭാഗത്തുണ്ട്. ഇന്ന് ഏതാണ്ട് വണ്ടിയൊക്കെ അവിടേക്ക് പോയത് കണ്ടതായി കവലയിലെ കച്ചവടക്കാരൊക്കെ പറയുന്നത് കേട്ടു. അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ സാമിന് നേരെ തിരിഞ്ഞു അൻവർ. അപ്പോൾ പിന്നെ ഉറപ്പിക്കാമല്ലേ സാറേ, അവർ അവിടെ തന്നെ ഉണ്ടാവും. എന്നാ പിന്നെ വൈകിക്കണ്ട, നമുക്ക് വിട്ടേക്ക് അൻവർ. സാമിന്റെ ആ നിർദ്ദേശം കേട്ട പാടെ ഓടി തന്റെ ജീപ്പിലേക്ക് കയറി SI. നിമിഷ നേരത്തിനകം അവർ അവിടെ നിന്നും തിരിച്ചു. ആ എസ്റ്റേറ്റ് പരിസരത്തേക്ക് അടുക്കുമ്പോൾ എങ്ങും വല്ലാതെ വിജനമായിരുന്നു. കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റി റബ്ബർ മരങ്ങൾക്കിടയിലൂടെയുള്ള ചെറിയ റോഡിലൂടെ അവരുടെ വാഹനവ്യൂഹം നീങ്ങി. ഒടുവിൽ അവർ ആ ചുറ്റുമതിലിന് വെളിയിലെത്തി. അല്പം ഉയർന്ന പ്രദേശമായിരുന്നു അവിടം. വീട് നിൽക്കുന്നത് ഏറ്റവും ഉയർന്ന പ്രദേശത്തായിരുന്നു. ചുറ്റും കണ്ണെത്താ ദൂരം വലിയ റബ്ബർ തോട്ടം. ചുറ്റുമതിലും കടന്ന് കുറേയേറെ ഉള്ളിലേക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ ബിൽഡിംഗ്. വണ്ടിയിൽ നിന്നിറങ്ങുമ്പോഴാണ് തങ്ങൾക്ക് അബദ്ധം പിഴഞ്ഞുവോ എന്ന സംശയം സാമിനെ അലട്ടിയത്. അൻവർ, നമ്മൾ അബദ്ധം കാണിച്ചു. ഇത്രയും അടുത്ത് വരെ വണ്ടിയിൽ വരാൻ പാടില്ലായിരുന്നു. വളരെ വിജനമാണ് ഇവിടം. ഒപ്പം ഉയർന്ന പ്രദേശവും. ഈ ഉൾപ്രദേശത്ത് ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ അറിയാൻ കഴിയും. ചുറ്റുമൊന്ന് നിരീക്ഷിച്ചുകൊണ്ട് സാം പറയുമ്പോൾ അത് ശരിയായിരുന്നു എന്ന് തോന്നിയ അൻവറിനും. ഗേറ്റിനിടയിലുള്ള ഗ്യാപ്പിലൂടെ പതിയെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ മുറ്റത്തായി 1-2 വണ്ടികളും കുറച്ചാൾക്കാരെയും കണ്ടു അവൻ. പക്ഷേ അവരിൽ പ്രത്യേകിച്ച് മുൻകരുതലുകൾ എടുത്ത് നിൽക്കുന്നവരുടെ ഭാവമൊന്നും കാണാൻ കഴിഞ്ഞില്ല അവന്. മാത്രമല്ല അവരൊരു യാത്രയ്ക്കായുള്ള തയ്യാറെടുപ്പാണെന്നും മനസ്സിലായി. പേടിക്കേണ്ട സാർ, നമ്മളെത്തിയത് ഇവർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അൻവർ പതിയെ ഒച്ചയുണ്ടാക്കാതെ പിന്തിരിഞ്ഞു. അപ്പോഴേക്കും പിന്നാലെ ഉള്ളിലേക്ക് ഒന്ന് പാളി നോക്കിയ SI അവിടെ കൂടി നിൽക്കുന്നവരെ തിരിച്ചറിഞ്ഞു. സാറേ, ഇത് സുനിയും ടീമുമാണ്. ടിപ്പർ സുനി. ഇവര് ബെഡാ കൊട്ടേഷൻ ടീമാണ്. നമുക്ക് മുട്ടി നിൽക്കാൻ പറ്റുമെന്നറിയില്ല. ഇത് തലവേനയുണ്ടാക്കും, ഉറപ്പ്. അയാളുടെ വാക്കുകളിൽ ആശങ്ക നിഴലിക്കുമ്പോൾ
പതിയെ പിരിച്ചുവെച്ച മീശയിൽ ഒന്ന് തലോടി സാം. തലവേദന കേസുകൾ മാത്രം എടുക്കുന്ന ടീമാണല്ലോ ഞങ്ങളുടേത്. അതിനി സുനിയായാലും അവന്റെ അപ്പനായാലും ഞങ്ങൾക്ക് ഒരുപോലെ. ആ വാക്കുകളുടെ ദൃഢത അൻവറിനും ആവേശം പകർന്നു നൽകി. അൻവർ, നമുക്ക് വേസ്റ്റാക്കാൻ ടൈമില്ല എന്ന് കരുതി എടുത്തു ചാടാനും കഴിയില്ല. പക്ക ക്രിമിനൽസ് ആണ്. അവർ എപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ചിന്തിക്കാൻ കഴിയില്ല. സോ വെൽ പ്ലാൻഡായി ഒരു അറ്റാക്ക് തന്നെ നടത്തണം. സാമിന്റെ വാക്കുകൾ വളരെയേറെ ശ്രദ്ധയോടെ കേട്ടു എല്ലാവരും. നമ്മുടെ ടീം ഫുൾ മതിലിന് പുറത്തൂടെ ഈ വീട് വളയണം. ഇപ്പോൾ സമയം 9:16. കൃത്യം 9:30 വീടിന്റെ 4 വശത്തു നിന്നും ഒരുപോലെ നമ്മൾ അകത്തേക്ക് ഇടിച്ചു കയറണം. ഒന്നിച്ചു കയറുമ്പോൾ ഒരു നിമിഷമെങ്കിലും സുനിയൊന്ന് പതറും. അത്രേ സമയം മതി നമുക്കവന്റെ നട്ടലൊടിക്കാൻ. അത് പൊളിക്കു സാർ. കാര്യം മനസ്സിലാക്കി വരുന്നതിന് മുന്നേ അവന്മാരെ ചുരുട്ടിക്കൂട്ടണം. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അൻവർ മറ്റു പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു. നോക്കൂ, സാറ് പറഞ്ഞതാണ് നമ്മുടെ പ്ലാൻ. എല്ലാവരും ഒരുപോലെ ടൈം സെറ്റ് ചെയ്യണം. ഒരു പഴുതുപോലും ഉണ്ടാകരുത്. അതുപോലെ തന്നെ ഒരാളെ പോലും മിസ്സാക്കുകയും വരുത്. സാമിന്റെ പ്ലാൻ പ്രകാരം വാച്ചുകളിലും ഫോണിലും ഒരുപോലെ ടൈം സെറ്റ് ചെയ്തു വെച്ച് നിമിഷങ്ങൾക്കകം പോലീസുകാർ ആ വീടിന്റെ ചുറ്റുമതിലിന് വെളിയിൽ 4 ഭാഗങ്ങളിലുമായി നിരന്നു. അതിനിടയിൽ തന്നെ ജീപ്പുകൾ അവർ ന്യൂട്രലാക്കി അവിടെ നിന്നും തള്ളി ദൂരത്തേക്ക് നീക്കിയിരുന്നു. സാമു അൻവറും മുൻവശത്ത് തന്നെയാണ് നിന്നിരുന്നത്. എല്ലാവരും നെഞ്ചിടിപ്പോടെ സമയം നോക്കി വെയിറ്റ് ചെയ്തു നിന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി നീങ്ങിയ ആ 14 മിനിറ്റുകൾ. പരസ്പരം നെഞ്ചിടിപ്പ് പുറത്തു കേൾക്കാൻ പറ്റും വിധം നിശബ്ദരായി നിന്നു അവർ. എന്തിനും തയ്യാറായി. ആ സമയം അകത്തു ഗുണ്ടകൾ എന്തിനോ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ സാം മനസ്സിലാക്കി. അൻവർ, ഇവർ ഇവിടെ നിന്നും ഷിഫ്റ്റ് ആകാനുള്ള പ്ലാനാണ്. നമ്മൾ വൈകിയിരുന്നേൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേനിവർ. അതെ സാർ, എനിക്കും അത് തന്നെ തോന്നുന്നു. മറുപടി പറഞ്ഞുകൊണ്ട് അൻവർ വീണ്ടും ഗുണ്ടകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഒടുവിൽ 9:29 നിന്നും 30 കടക്കുന്ന ആ ഒരു നിമിഷം വന്നെത്തി. ഏവരുടെയും നെഞ്ചിടിപ്പേറി. പതിയെ ഇൻഷർട്ട് ചെയ്തിരുന്ന ഷർട്ട് വലിച്ച് പുറത്തേക്കിട്ടു സാം. ഒറ്റ നോട്ടത്തിൽ അവനൊരു അംഗത്തിന് റെഡിയാണെന്ന് മനസ്സിലാക്കിയ അൻവർ. എങ്ങും നിശബ്ദത പരന്നു. കൃത്യം സമയം 9:30 പതിഞ്ഞ ശബ്ദത്തിൽ നിർദ്ദേശം നൽകിക്കൊണ്ട് നിമിഷങ്ങൾക്കകം സാം ആ മതിലിന് മുകളിലൂടെ അകത്തേക്ക് ചാടി. പിന്നാലെ അൻവറും. പ്ലാൻ ചെയ്ത പോലെ തന്നെ 4 ഭാഗങ്ങളിൽ നിന്നും ഒരുമിച്ച് ഗുണ്ടകൾക്ക് മേൽ ചാടി വീണു പോലീസ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുന്നേ സാമിന്റെ വലതുകാൽ മുട്ട് സുനിയുടെ അടിവയറ്റിൽ അമർന്നു. ഒരലർച്ചയോടെ അവൻ പിന്നിലേക്ക് വീഴ്ച വീഴവേ തങ്ങളെ ആക്രമിക്കുന്നവരെ അവർ തിരിച്ചറിഞ്ഞു. എടാ പോലീസാടാ, ടൂൾസ് എടുക്ക്. ആരൊക്കെയോ ഒച്ചത്തിൽ വിളിച്ചു കൂകവേ നിമിഷങ്ങൾക്കകം അകത്തു നിന്നും വടിവാളുമായി ഒരു സംഘം പുറത്തേക്ക് ചാടി. അവർക്ക് മേൽ പോലീസും. പിന്നൊരംഗമായിരുന്നു. അവസാനം പിടിച്ചു നിൽക്കാൻ സുനിക്ക് കഴിഞ്ഞില്ല. മൂക്കിൽ നിന്നും കുടുകുടെ ചോരയൊഴിക്കുമ്പോഴും പാതിബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണുപോയി അവൻ. തനിക്ക് നേരെ വന്ന ഒരുവനെ വലതുകാലുയർത്തി ആഞ്ഞു തൊഴിച്ചുകൊണ്ട് അൻവറും ആ സംഘടനത്തിന് അവസാനമിട്ടു. അൻവർ, അവനകത്തുണ്ട്. ഓക്കെ സർ. സാമിന്റെ നിർദ്ദേശപ്രകാരം അൻവറും ടീമും വീടിനുള്ളിലേക്ക് പാഞ്ഞു. ആ സമയം നിലത്ത് വെട്ടേറ്റ് വീണ് കിടന്ന പോലീസുകാരനെ താങ്ങിയെടുത്തു സാം. എത്രയും വേഗം ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കൂ. ആ നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് സാമിന്റെ കയ്യിൽ നിന്നും അയാളെ താങ്ങിയെടുത്ത് 2 പോലീസുകാർ പുറത്തേക്കോടി. നിമിഷങ്ങൾക്കകം അവർ അലാറമിട്ട ജീപ്പിൽ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അപ്പോഴേക്കും നിലത്ത് കിടന്നിരുന്ന സുനിയെയും സംഗതിയും പാലാ എസ്ഐയും ടീമും വിലങ്ങുവെച്ചിരുന്നു. അതോടെ തന്റെ ഗണ്ണും കയ്യിലേന്തി വീടിനുള്ളിലേക്ക് പാഞ്ഞു സാം. അകത്തെ ഹാളിലേക്ക് കടക്കുമ്പോൾ പോലീസുകാർ പല ഭാഗങ്ങളിലായി പരത്തുന്നത് കണ്ടു അവൻ. സാമിനെ കണ്ട മാത്രയിൽ ഓടി അരികിലെത്തിയ അൻവർ. സാർ, ഇവിടെ അങ്ങ് ആരുമില്ല. വീടിന്റെ പിൻവാതിൽ തുറന്നു കിടപ്പുണ്ട്. അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. വാട്ട്? അൻവറിന്റെ ആ വാക്കുകൾ സാമിനെ നടുക്കിയിരുന്നു. അതെ സാർ, ഇനി അരിച്ചു പറക്കാൻ ഇവിടം വേറെയില്ല. അയാൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടവരുമായി രക്ഷപ്പെട്ടു സാർ. നോ, അതിന് സാധ്യതയില്ല അൻവർ. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഒന്നുകൂടി അരിച്ചു പിറക്ക് ഈ വീട്. ആ വസ്തുത അംഗീകരിക്കാൻ മനസ്സ് വന്നില്ല സാമിന്. ഗണ്ണുപതി ഉറയിലേക്കിട്ട് വീണ്ടും ഒന്ന് പരതിയവൻ. പ്രതീക്ഷ കൈവിടാതെ വീടിനുള്ളിലെ ഓരോ മുക്കിലും മൂലയിലും പാഞ്ഞു സാം. പക്ഷേ അവിടെയെങ്ങും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അങ്ങിങ്ങായി ചോരപ്പാടുകൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വീണ്ടും തിരച്ചിൽ തുടർന്നു. സാർ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ പിൻവാതിൽ വഴി പുറത്തു കടന്നാൽ വേഗത്തിൽ താഴെയൊരു റോഡിനരികിലെത്താം. ആ റോഡ് നേരെ മെയിൻ റോഡിലേക്ക് ചെന്നു ചേരും. അവൻ ആ വഴി പോയിട്ടുണ്ടാവും സാർ. പിന്നിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ പോയി ഞങ്ങൾക്ക്.
അൻവർ അരികിലേക്കെത്തി പറയുമ്പോൾ സാമിന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോയി. എന്തുകൊണ്ട് ശ്രദ്ധ കൊടുത്തില്ല അൻവർ? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞിരുന്നത്? നമ്മുടെ ലക്ഷ്യം വെറും തല്ലുപിടി മാത്രമായിരുന്നില്ല. അങ്ങനെ അവർ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പോലീസ് അത് കണ്ടില്ല? അതോ പോലീസിൽ ആരെങ്കിലും ഉണ്ടോ അവന്റെ അനുയായികൾ? അത്രയും പറഞ്ഞു നിർത്തിയ സാം പെട്ടെന്ന് സംശയത്തിൽ ചുറ്റുമൊന്ന് പരതി. അൻവർ, ആ എസ് എവിടെ? ആ ചോദ്യം കേട്ട് പെട്ടെന്ന് അൻവറും ചുറ്റും പരതി. അയാളെ അവിടെ എങ്ങും കണ്ടിരുന്നില്ല. സർ, ഒരു പതർച്ചയോടെ അൻവർ സാമിന് നേരെ തിരിഞ്ഞു. എന്താണ് അൻവർ അയാളുടെ പേര്? ഞാനും അത് ചോദിക്കാൻ മറന്നു. സാമിന്റെ ആ ചോദ്യത്തിനും അൻവറിന്റെ പക്കൽ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഓ മൈ ഗോഡ്, ഇതിനി നമുക്കുള്ള ട്രാപ്പാണോ അൻവർ? സംശയത്തോടെ വീണ്ടും സാം ഉറ്റുനോക്കുമ്പോൾ അൻവറിന്റെ മനസ്സിലേക്ക് ആ സമയം ഓടിയെത്തിയത് ആ സ്ഥലത്തെപ്പറ്റി എസ് ഐ നൽകിയ വിവരണമായിരുന്നു. ചുറ്റും വിജനമാണ് സർ. അവിടെ എന്ത് തോന്നിവാസം വേണേലും ചെയ്യാം. ആരും അറിയില്ല. അടുത്തെങ്ങും ആരുമില്ല. ആ വാക്കുകൾ അൻവറിന്റെ കാതിൽ മുഴക്കമായി. സാർ, ഇവിടെങ്ങും ആരുമില്ല. കോൺസ്റ്റബിളിൽ ഒരാൾ ആ സമയം ഓടി അവർക്കരികിലേക്കെത്തി. എവിടെ നിങ്ങളുടെ എസ് ഐ? സാമിന്റെ ചോദ്യത്തിന് ആ കോൺസ്റ്റബിളിന്റെ പക്കലും മറുപടിയില്ലായിരുന്നു. അതോടെ ഏറെ അസ്വസ്ഥനായി വീണ്ടും ആ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും പരിശോധനകൾ ആരംഭിച്ചു സാം. അത് കണ്ട് ഒപ്പം കൂടി അൻവറും. വളരെയേറെ നേരം നീണ്ട തിരച്ചിലിനൊടുവിൽ വീണ്ടും നിരാശനായി ഹാളിലേക്ക് എത്തി സാം. അവിടെ അവനായി അൻവറും കാത്തുനിന്നിരുന്നു. അൻവർ, നമുക്ക് മിസ്റ്റേക്ക് പറ്റി. 4 സൈഡിൽ നിന്നും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ കയറിയെങ്കിലും നമ്മുടെ ശ്രദ്ധ മുൻഭാഗത്തുള്ള സുനിയുടെയും ആൾക്കാരുടെയും മേൽ മാത്രമായി പോയി. ആ സമയം ഒരുപക്ഷെ അവൻ കടന്നു കളഞ്ഞതാകാം. അല്ലെങ്കിൽ നമുക്കിടയിൽ നിന്നും കൃത്യമായ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അവന്. നിരാശയോടെ സാം പറയുമ്പോൾ മറുപടിയില്ലാതെ മൗനമായി അൻവർ. സാർ, നമ്മുടെ പ്ലാനിങ്, ഹാർഡ് വർക്ക് എല്ലാം വേസ്റ്റ് ആയല്ലോ. നമ്മൾ വീണ്ടും പരാജയപ്പെടുകയാണല്ലോ. നിരാശയോടെ അൻവർ വലതുകാൽ കൊണ്ട് നിലത്തേക്ക് ആഞ്ഞു ചവിട്ടി. പക്ഷേ ആ ഒരു ചവിട്ടിൽ പെട്ടെന്ന് സാമിന്റെ ചെവികൾ കൂർത്തു. അവന്റെ നോട്ടം അൻവറിന്റെ വലതു കാലിലേക്ക് കേന്ദ്രീകരിച്ചു. ആ സമയം തിരുവനന്തപുരത്തെ DGP ഓഫീസിൽ അക്ഷമരായി സാമിന്റെ കോളിനായി കാത്തിരുന്നു ശ്രീവാസ്തവയും ആനന്ദമേനോനും. സാമിന്റെ കോളൊന്നും വന്നില്ലല്ലോ. ഇനി ആ മിഷൻ പരാജയപ്പെട്ട് കാണോടോ? അക്ഷമനായി മീറ്റിംഗ് റൂമിൽ ശ്രീവാസ്തവ നടക്കുമ്പോൾ ലെവലേശം ടെൻഷനില്ലാതെ പുഞ്ചിരി തൂകിയിരുന്നു ആനന്ദമേനോൻ. താൻ എന്തുവാടോ ഇങ്ങനെ കൂളായിരിക്കുന്നേ? തനിക്ക് ടെൻഷനൊന്നുമില്ലേ? ആ ഇരിപ്പ് കണ്ട് ശ്രീവാസ്തവയ്ക്ക് കലികയറി. എന്റെ സാറേ, പോയേക്കുന്നത് സാമലക്സ് ആണ്. അവനെ സാറിന് നേരത്തെ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ടെൻഷനും വെപ്രാളമൊക്കെ. ഒട്ടും പേടിക്കണ്ട സാർ. കൊലയാളി അവനിനി ഏത് പാതാളത്തിൽ ഒളിച്ചാലും അവന്റെ ശ്വാസം വിടുന്ന ശബ്ദം മാത്രം മതി സാർ സാമിന് അവനെ കണ്ടെത്താൻ. അത്രയ്ക്ക് ഷാർപ്പാണ് അവന്റെ കണ്ണും കാതും. ഹീസ് എ ബ്രില്യൻ പോലീസ് ഓഫീസർ. അവൻ അയാളെ തൂക്കും സാർ, അതുറപ്പ്. കോൺഫിഡന്റായി ആനന്ദമേനോൻ മറുപടി നൽകുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ അയാളെ നോക്കി ശ്രീവാസ്തവ. ആ സമയം കോട്ടയത്ത് ആ വീടിന്റെ മുറിയിൽ ആനന്ദമേനോന്റെ നിഗമനങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു സാമിന്റെ പ്രവൃത്തികൾ. അല്പസമയം അൻവറിന്റെ കാലിലേക്ക് നോക്കി നിന്ന ശേഷം പതിയെ അവന്റെ മുഖത്തേക്ക് നോക്കി സാം. അൻവർ, നിലത്തേക്ക് താൻ ശക്തിയിൽ ഒന്നുകൂടി ഒന്ന് ചവിട്ടിയേ. ആ നിർദ്ദേശം കേട്ട് ഒരു നിമിഷം സംശയത്താൽ സാമിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോൾ പതിയെ കാര്യം മനസ്സിലാക്കിയ അൻവർ അവന്റെ വലതുകാല് വീണ്ടും വായുവിലേക്ക് ഉയരവേ വീണ്ടും കാതു കൂർപ്പിച്ചു സാം. സംശയം തെറ്റിയില്ല. ആ ഭാഗം പൊള്ളയാണെന്ന് ആ ഒരൊറ്റ ചവിട്ടിലൂടെ മനസ്സിലാക്കിയ അവൻ. ആ കാർപ്പറ്റ് വലിച്ചു മാറ്റടോ. ഇതിനടിയിൽ ഉറപ്പായും ഒരു വാതിലുണ്ട്. മേ ബി ഇതൊരു അണ്ടർഗ്രൗണ്ട് റൂമിലേക്കുള്ള എൻട്രൻസ് ആകണം. അടുത്ത നിർദ്ദേശം കേട്ടയുടൻ മുറിയുടെ നിലത്ത് വെച്ചിരുന്ന ആ കാർപ്പറ്റ് വലിച്ചു മാറ്റി അൻവറും മറ്റു പോലീസുകാരും. ഒരു നിമിഷം അവരുടെ മിഴികൾ വിടർന്നു. അവിടെ സാം പറഞ്ഞതുപോലെ തന്നെ നിലത്ത് തടിയിൽ നിർമ്മിച്ച സമുചിതരാകൃതിയിലുള്ള ഡോറ് കണ്ട് അമ്പരന്നും പോയി അവർ. സാം ആ ഡോർ മുകളിലേക്ക് വലിച്ചുയർത്തുമ്പോൾ ഏതു നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ജാഗരൂകരായി പോലീസുകാർ. സമചതുരാകൃതിയിലുള്ള ആ വാതിലിലൂടെ താഴേക്കിറങ്ങുവാൻ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. അകത്ത് വലിയ പ്രകാശമൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അൻവർ, ഞാൻ ഇറങ്ങാം ആദ്യം. താൻ പിന്നാലെ വരണം. ബാക്കി ഫോഴ്സ് ഇവിടെ തന്നെ നിൽക്കട്ടെ. ഒരറ്റാക്ക് ഏതു നിമിഷവും ഉണ്ടായേക്കാം. അങ്ങനെയുണ്ടായി നമ്മൾ വീണുപോയാലും പ്രതി രക്ഷപ്പെടാൻ പാടില്ല. നിർദ്ദേശങ്ങൾ നൽകി തന്റെ ഗൺ വീണ്ടും കയ്യിലേക്കെടുത്ത് ഒരാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് സാം പതിയെ താഴേക്കിറങ്ങി. ഓരോ പടി താഴേക്കിറങ്ങുമ്പോഴും അവന്റെ മിഴികൾ കൂർത്തു. തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന എതിരാളിയെ ഏതു നിമിഷവും പ്രതീക്ഷിച്ചു അവൻ. എന്നാൽ പ്രതീക്ഷിച്ചതൊന്നും തന്നെ നടന്നില്ല. പതിയെ നിലത്തേക്കിറങ്ങവേ 0 വാൾട്ട് ബൾബിന്റെ അരണ്ട വെളിച്ചത്തിൽ ആ ഇടുങ്ങിയ മുറിയിലെ കാഴ്ചകളൊന്നും വ്യക്തമായിരുന്നില്ല. പതിയെ പതിയെ അവൻ ശ്രദ്ധിച്ചു.
ആ മുറിയുടെ മുകൾ ഭാഗത്ത് ഒരോരത്തായി ചുവരോട് ചേർന്ന് ഒരു വൃത്താകൃതിയിലുള്ള ഹോൾ ഒറ്റ നോട്ടത്തിൽ അതൊരു എക്സോസ്റ്റ് ഫാനിനു വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി സാം. പക്ഷേ ആ ഹോൾ ഇപ്പോൾ ഓപ്പണാണ്. അതിലൂടെ ചെറിയ വെട്ടം അകത്തേക്ക് ഇരച്ചു കയറിയിരുന്നു. കയ്യിൽ കരുതിയിരുന്ന ടോർച്ച് ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ മുറിയിൽ കണ്ണോടിച്ചു സാം. പെട്ടെന്ന് ആ കാഴ്ച കണ്ട് നടുങ്ങി. മുറിയുടെ ഒരോരത്ത് നിശ്ചലരായി നിലത്തേക്ക് വീണ് കിടന്നിരുന്നു രമ്യയും അഞ്ജനയും. ടോർച്ച് ലൈറ്റിന്റെ വെട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ രമ്യയേറെ ടോർച്ചർ ചെയ്യപ്പെട്ടതായി തിരിച്ചറിഞ്ഞു അവൻ. ഓ ഗോഡ്! നടുക്കത്തോടെ ഓടി അവർക്കരികിലേക്ക് എത്തിയ സാം നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് മൂക്കിൽ കൈവച്ച് രണ്ടുപേർക്കും ജീവനുണ്ടോ എന്ന് പരിശോധിച്ചു. പതിയെ അവന്റെ മുഖത്തെ നടുക്കം വിട്ടകന്നു. അപ്പോഴേക്കും അൻവറും 2-3 പോലീസുകാരും താഴേക്കിറങ്ങിയിരുന്നു. നിലത്ത് കിടന്നിരുന്ന കുട്ടികളെ കണ്ട് അവരും ആദ്യമൊന്ന് നടുങ്ങിയെങ്കിലും സാമിന്റെ മുഖത്തെ ആശ്വാസഭാവം കാണുകെ ആ നടുക്കം വിട്ടകന്നു. അൻവർ, കുട്ടികൾക്ക് ജീവനുണ്ട്. ഇവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. സാമിന്റെ നിർദ്ദേശം കേട്ട മാത്രയിൽ അൻവറിനൊപ്പം ഇറങ്ങിയ 2 പോലീസുകാർ ഓടിയെത്തി. ആ കുട്ടികളെ താങ്ങിയെടുത്ത് മുകളിലേക്ക് പാഞ്ഞു. ആ നിമിഷമുള്ളിൽ വല്ലാത്ത ആശ്വാസം തോന്നി സാമിന്. ഒരു നിമിഷം ഉള്ളുകൊണ്ടവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ആ സമയം ചുറ്റുമൊന്ന് കണ്ണോടിച്ച് അൻവറുടെ നോട്ടം മറ്റൊരു മൂലയിലേക്ക് കുടുങ്ങി. സാർ, ദേ നോക്കിയേ. അവൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് അവിടെ വീണ് കിടന്നിരുന്ന ഡോക്ടർ സുദർശനെയും പെട്രോൾ പമ്പ് ജീവനക്കാരനെയും കൂടി സാം ശ്രദ്ധിച്ചത്. രണ്ടാളുടെയും ഷർട്ടിൽ ചോരക്കറ കണ്ട് സാമിന്റെ നെറ്റി ചുളിഞ്ഞു. ചലനമറ്റ കിടന്നിരുന്ന അവരെ ഒരു നിമിഷം നോക്കിയ ശേഷം നടുക്കത്തോടെ വീണ്ടും മുറിയുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അവൻ. പുറത്തേക്ക് കടക്കാൻ മറ്റേതെങ്കിലും വഴിയുണ്ടോ എന്നുള്ള അന്വേഷണമായിരുന്നു അത്. ആ നോട്ടം അവസാനിച്ചത് മുന്നേ കണ്ട ഹോളിലേക്കും. സാർ, സംശയത്തോടെ അൻവർ മുഖത്തേക്ക് നോക്കുമ്പോൾ മറുപടിയില്ലാതെ നോക്കി നിന്നു സാം. ആ സമയം ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരനും ആ കാഴ്ച കണ്ട് നടുങ്ങി. സാർ, ചോരക്കര കണ്ടില്ലേ? നമ്മൾ വൈകിപ്പോയി. ഇവരെവിടെ കൊന്നിട്ട ശേഷം അയാൾ കടന്നു കളഞ്ഞു. ഒന്നുകിൽ ഈ ഹോള് വഴി മുകളിലേക്ക് കയറി, അല്ലെങ്കിൽ ആ പിൻവാതിൽ വഴി. അതുവഴി പുറത്ത് ചാടിയ പിന്നെ പിന്നിലേക്ക് റബ്ബർ തോട്ടം വഴി മെയിൻ റോഡിലേക്ക് എത്താം. അയാളുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം പതറി നിന്ന ശേഷം പതിയെ അവർക്കരികിലേക്ക് ചുവട് വെച്ചു സാം. പൊടുന്നനെ പെട്രോൾ പമ്പ് ജീവനക്കാരനിൽ ഒരു ഞെരുക്കമുണ്ടായി. ആ അപ്രതീക്ഷിത ചലനത്തിൽ അവനൊന്ന് നടുങ്ങിയിരുന്നു. പാതി വഴിയിൽ നിന്നുപോയി സാം. വീണ്ടും അവനൊന്ന് ഞെരുങ്ങി. ചെറിയ വിറയലോടെ പതിയെ പതിയെ അവൻ തലയുയർത്തി. ആ കാഴ്ച കണ്ട നിമിഷം തന്റെ ഗൺ കയ്യിലേക്കെടുത്തു അൻവർ. ഒരു തരിപ്പോടെ തന്നെ അവനെ നോക്കി നിന്നു. ആ സമയം തന്നെ വീണ്ടും അവരെ ഞെട്ടിച്ചുകൊണ്ട് മുകളിൽ നിന്നും താഴേക്കിറങ്ങാനുള്ള സ്റ്റെപ്പിൽ ഒരൊച്ചക്കൂടി കേട്ടു. നടുക്കത്തോടെ വെട്ടിത്തിരിഞ്ഞ സാമോ അൻവറും ആദ്യം കണ്ടത് താഴേക്കിറങ്ങി വരുന്ന ബൂട്ടിട്ട ആ കാലുകളാണ്. കാക്കി പാൻറ് ധരിച്ച ആ കാലുകൾ. ആ കാഴ്ച കണ്ട് സാമിന്റെ മിഴികൾ കുറുകി. ആ കാലുകൾ പതിയെ താഴേക്കിറങ്ങി. അതോടെ ഒന്നുകൂടി വ്യക്തമായി കണ്ടു അവർ വരുന്നയാളുടെ കയ്യിലേക്ക് ഗൺ. പതിയെ അൻവറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ കയ്യിലിരുന്ന ഗൺ ഉയർത്തുന്നതാണ് സാം കണ്ടത്. അൻവർ, നോ! പതിഞ്ഞ ശബ്ദത്തിലുള്ള തന്റെ ആ നിർദ്ദേശം ചെവിക്കൊള്ളാൻ അൻവർ തയ്യാറായില്ല എന്നത് സാമിനെ ഞെട്ടിച്ചു. അൻവർ, നോ! എടുത്തേട്ടം വേണ്ട. ഇറ്റ്സ് മൈ ഓർഡർ. ഒരിക്കൽ കൂടി സാം പറയുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് പതിയെ ഗൺ താഴ്ത്തിയ അൻവർ. ആ സമയം സ്റ്റെപ്പ് ഇറങ്ങി അവൻ പൂർണ്ണമായും താഴേക്കെത്തിയിരുന്നു. അത് കണ്ടിട്ട് ആദ്യം നടുങ്ങിയത് അൻവർ തന്നെയായിരുന്നു. പാലാ സ്റ്റേഷനിൽ SI ആയിരുന്നു ആ വന്നത്. എന്നതാ സാറേ, എന്നതാ പ്രശ്നം? വന്നപാടെ വെപ്രാളത്തിൽ സാമിന്റെ മുഖത്തേക്ക് നോക്കി SI. എവിടെ പോയി കിടക്കുമായിരുന്നടോ? കയ്യിൽ ഗണ്ണും തൂക്കിയാണോ താഴേക്ക് വരുന്നേ? ഇപ്പോഴെടുത്ത് പൊട്ടിച്ചേനെ അൻവർ. കലിതുള്ളിയുള്ള സാമിന്റെ ശാസനം കേട്ട് അയാളൊന്നും നടുങ്ങി. ഞാൻ ആ സുനിയെയും ടീമിനെയും സ്റ്റേഷനിൽ കൊണ്ടുപോയതാണ് സാർ. പേടിച്ച അയാൾ മറുപടി പറയുമ്പോൾ കൈമുഷ്ടി ചുരുട്ടി ദേഷ്യമടക്കി സാം. അൻവറാകട്ടെ മറുപടിയില്ലാതെ സാമിന്റെ മുഖത്തേക്ക് നോക്കി. സാർ! പെട്ടെന്നാണ് പിന്നിൽ നിന്നും ആ ഒച്ച കേട്ടത്. ഞെട്ടിത്തിരിഞ്ഞ സാം കണ്ടു പതിയെ തലയുയർത്തി ദയനീയമായി തങ്ങളെ നോക്കുന്ന ആ പെട്രോൾ പമ്പ് ജീവനക്കാരനെ. സാർ, എന്നെ രക്ഷിക്കൂ സാർ! അവൻ വിറയാർന്ന കരങ്ങൾ തനിക്ക് നേരെ നീട്ടുമ്പോൾ പെട്ടെന്ന് ഓടി അരികിലേക്ക് ചെന്നു സാം. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല, ഞങ്ങളുണ്ട്. അതുകണ്ട് അൻവർ കൂടി ഓടിയെത്തി അവനെ പിടിച്ചുയർത്തി ചുവരിൽ ചാരിയിരുത്തി. അവന്റെ ശരീരത്തിൽ പലയിടങ്ങളിലായി മുറിവുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ അവശനായിരുന്നു അവൻ. അപ്പോഴും ചലനമറ്റ് കിടക്കുകയായിരുന്നു ഡോക്ടർ സുദർശൻ. ഡോക്ടർ! പതിഞ്ഞ ശബ്ദത്തിൽ സാം വിളിക്കുമ്പോഴും സുദർശന് അനക്കമില്ലായിരുന്നു. അത് കണ്ട് അൻവറിന്റെ നെറ്റി ചുളിഞ്ഞു. ഡോക്ടർ സുദർശൻ!
വീണ്ടും സാം അല്പം ഉച്ചത്തിൽ വിളിച്ചു. പക്ഷേ അപ്പോഴും സുദർശന് അനക്കമൊന്നുമില്ലായിരുന്നു. അതുകണ്ട് SI പരിഭ്രാന്തനായി. സർ, ഇയാളുടെ കയ്യിൽ ചോര. ഇനി ഇയാളെ കൊന്നു കാണുമോ? അയാളുടെ ചോദ്യം കേട്ട് പരസ്പരം മുഖാമുഖം നോക്കി സാമും അൻവറും. കുറച്ചു സമയം അങ്ങനെ നോക്കി നിൽക്കെ പതിയെ പതിയെ സാമിന്റെ മുഖത്തെ പിരിമുറുക്കം വിട്ടകന്ന് ഒരു പുഞ്ചിരി വിടർന്നു. ആ ചിരി അൻവറിലേക്കും പടരവേ വീണ്ടും സുദർശന് നേരെ മുഖം തിരിച്ചു സാം. മിസ്റ്റർ കിഴക്കേടത്ത് അച്യുതൻ മകൻ സുദർശൻ, മതിയുടെ തന്റെ അഭിനയം. ഇതുവരെയുള്ള അഭിനയം വെച്ച് ഒരു നാഷണൽ അവാർഡ് തന്നെ തട്ടിയെടുക്കാം. ഇനി പതിയെ എഴുന്നേറ്റോ. അപ്രതീക്ഷിതമായ ആ വാക്കുകൾ കേട്ട് SI അന്താളിച്ചു നിൽക്കുമ്പോഴും സുദർശന് ചലനമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ടിട്ട് അൻവറിന് അരിശം കയറി തുടങ്ങിയിരുന്നു. എടോ പന്നം മോനെ, മതിയുടെ തന്റെ അഭിനയം. എല്ലാം അറിഞ്ഞു തന്നെ ഞങ്ങൾ വന്നേക്കുന്നേ. ഇനി നല്ല പിള്ള ചമഞ്ഞ് ആരെയും പൊട്ടനാക്കാൻ നിൽക്കണ്ട. എഴുന്നേക്കടോ. കാതു പൊട്ടുന്ന തെറിയുമായി കമിഴ്ന്നു കിടന്നിരുന്ന സുദർശനെ പിടിച്ചു തിരിക്കാനായി അൻവർ ഒന്ന് കുനിഞ്ഞു. അടുത്ത നിമിഷം ഒരു കൊടുങ്കാറ്റ് പോലെ കിടന്ന കിടപ്പിൽ കുതറിത്തിരിഞ്ഞ് സുദർശൻ. ഒപ്പം ഒരലർച്ചയോടെ വലതു കൈയിൽ ഒളിപ്പിച്ചിരുന്ന കത്തി അൻവറിന്റെ കഴുത്തിനു നേരെ ആഞ്ഞു വീശി. സർ, പിന്നിൽ നിന്നും SI ഉറക്കി വിളിക്കുമ്പോൾ ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല അൻവറിന്. ആ ഒരു സെക്കൻഡിൽ മരണത്തെ മുഖാമുഖം കണ്ട് നടുങ്ങി വിറച്ച് മിഴികൾ പൂട്ടിപ്പോയി അവൻ. ആ കാഴ്ച കാണാൻ കഴിയാതെ മിഴികൾ പൊത്തിയ SI. അല്പസമയം നിശബ്ദത പരന്നു. ആദ്യത്തെ നടുക്കം വിട്ടകലവേ തനിക്ക് മുറിവൊന്നും പറ്റിയിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞു അൻവർ. വിറയലോടെ പതിയെ മിഴികൾ തുറക്കവേ അവൻ കണ്ടു തന്റെ കഴുത്തിനോട് ചേർന്ന് ആ കത്തിയുടെ തിളക്കം. ഒന്നും മനസ്സിലാകാതെ മുഖം തിരിക്കുമ്പോൾ കുറെ കൂടി വ്യക്തമായി കണ്ടു. തനിക്ക് നേരെ കത്തി വീശിയ ആ കൈ തന്റെ കഴുത്തിനോട് ചേർന്ന് പിടിച്ച് നിർത്തിയിരിക്കുന്നു സാം. ഒരു നിമിഷം ജീവൻ തിരികെ കിട്ടിയ സന്തോഷത്തിൽ നിശ്ചലനായിപ്പോയി അൻവർ. ആ സമയം സാമിന്റെ പിടിയിൽ നിന്നും കുതറിമാറുവാൻ ഒരു ശ്രമം നടത്തി സുദർശൻ. എന്നാൽ അവന്റെ വക നെഞ്ചിലൊരു ചവിട്ടായിരുന്നു അതിന്റെ പ്രതിഫലം. നിലത്തേക്ക് വീണുപോയ സുദർശന്റെ കയ്യിൽ നിന്നും ആ കത്തി തെറിച്ചുപോയി. അയാളെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു സാം. എടോ ഡോക്ടറെ, താൻ എന്നതാ കരുതി? ഇതെല്ലാം ചെയ്തു കൂട്ടിയേച്ച് നല്ല പിള്ള ചമഞ്ഞു വന്ന് പാവത്താനെ പോലെ കൂടെ നിന്നാൽ ഞങ്ങളാരും ഒന്ന് കണ്ടുപിടിക്കില്ലെന്നോ? ആ ചോദ്യത്തിന് മുന്നിൽ ഇലിബിനായി തലകുമ്പിട്ടു സുദർശൻ. എന്നാൽ പതിയെ അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പതിയെ പതിയെ ആ ചിരി ഒരു അട്ടഹാസമായി മാറി. മിസ്റ്റർ സാമലക്സ്, സമ്മതിച്ചിരിക്കുന്നു. യു ആർ എ ബ്രില്യൻ പോലീസ് ഓഫീസർ. ഞാൻ കരുതിയില്ല ഇത്ര വേഗം നീ എൻ്റെ അരികിലെത്തുമെന്ന്. ബട്ട് തനിക്കെന്നെ ഒരു ചുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കെതിരെ എന്ത് തെളിവ് നീ നിരത്തിയാലും ഞാൻ ഊരിപ്പോരും. ബിക്കോസ് ഐ ആം എ മെന്റൽ പേഷ്യൻറ്റ്. പണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടോ എൻ്റെ കയ്യിൽ. ഭാര്യയെ കൊന്ന് കിണറ്റിലെറിഞ്ഞിട്ട് പുല്ലുപോലെ ഊരിയവനായി സുദർശൻ. പിന്നെ തൻ്റെ ഈ ഉമ്മാക്കി. ഉച്ചത്തിൽ അയാൾ വിളിച്ചു കൂവുമ്പോൾ അത് കേട്ട് ഒരു നിമിഷം മൗനമായി സാം. ആ സമയം സുദർശന്റെ നോട്ടം നിലത്തേക്ക് വീണ് കിടന്ന ആ കത്തിയിലായിരുന്നു. എങ്ങനെ കഴിയുന്നടോ തനിക്ക് ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്യാൻ? നിങ്ങളൊരു ഡോക്ടറല്ലേ? സാമിന്റെ ചോദ്യം കേട്ട് പുച്ഛത്തോടെ അവനെ നോക്കി സുദർശൻ. പതിയെ വീണ്ടും അവന്റെ മുഖത്ത് ഒരു വഷളൻ ചിരി വിടർന്നു. സാം, സെക്സ് അതൊരു ലഹരിയാണടോ. ദാമ്പത്യ ജീവിതത്തിൽ ആ ഭാഗ്യം കിട്ടിയില്ല എനിക്ക്. പക്ഷേ പോസ്റ്റ്മോർട്ടം ടേബിളിൽ വരുന്ന ഓരോ സ്ത്രീകളുടെ ബോഡിയിലും ഞാൻ എൻ്റെ കാമത്തെ അറിഞ്ഞു. ആരും അറിയാതെ അവയെ ഭോഗിച്ച് കൊതിയടക്കി ഞാൻ. പിന്നീട് പൈസ കൊടുത്ത് പലയിടത്തും പോയി. പക്ഷെ കാശ് വാങ്ങി ജഡം കണക്കെ കിടന്നു താഴുന്നവളന്മാരെ ഭോഗിക്കുമ്പോൾ ഒരുതരം മരവിപ്പാണ് തോന്നിയത്. അത്രയും പറഞ്ഞ് വഷളൻ ചിരിയുമായി പതിയെ തിരിഞ്ഞു അയാൾ. പക്ഷേ തട്ടിപ്പറിച്ചെടുക്കുമ്പോഴുള്ള ആ സുഖമുണ്ടല്ലോ, മറ്റൊന്നിനും ആ ഒരു ലഹരി കിട്ടില്ല സാം. വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലായിരുന്നു അയാൾ. ഇതൊക്കെയും കേട്ടുനിന്ന് അൻവറിന്റെ നിയന്ത്രണം വിട്ടു തുടങ്ങിയിരുന്നു. എങ്ങനെ കേട്ടു നിൽക്കുന്നു? ചവിട്ടി കൂട്ടു സാറേ ഈ പുന്നാര മോനെ. അവൻ വലതു കൈയുയർത്തി സുദർശന്റെ നെഞ്ചത്ത് വീണ്ടും ആഞ്ഞു തൊഴിച്ചു. അപ്രതീക്ഷിതമായ പ്രഹരമായതിനാൽ സാമിന്റെ പിടി അയഞ്ഞുപോയി. തൊഴിയുടെ ആഘാതത്തിൽ സുദർശൻ നിലത്തേക്ക് തെറിച്ചു വീണു. ഉറക്കെ ചുമച്ച് അവശനായ അയാളെ കൊണ്ട് തിരികെ എഴുന്നേൽക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ആ വേദനയിലും അയാൾ ഒരു ഭ്രാന്തനെ പോലെ അലറിച്ചിരിച്ചു. വീണ്ടും അഭിനയിക്കുകയാണോ നീ? സുദർശന് നേരെ വീണ്ടും പാഞ്ഞ അൻവറിനെ തടുത്തു നിർത്തി സാം. അൻവർ, വേണ്ട. തൻ്റെ ഒരു പഞ്ചുകൂടി താങ്ങാനുള്ള ത്രാണിയില്ല അയാൾക്ക്. നമുക്ക് ഇവനെ നിയമത്തിന് കൊടുക്കാം. ബാക്കിയൊക്കെ അവിടെ കാണാം. നിങ്ങൾ വേഗം ഈ ചെക്കനെ മുകളിലെത്തിച്ച് ഹോസ്പിറ്റലിലേക്ക് വിട്. ആകെ ടയേർഡാണിവൻ. ക്ഷീണിച്ചവശനായി നിലത്തേക്ക് ചാരിയിരുന്ന പമ്പിലെ ജീവനക്കാരനെ നോക്കി സാം പറയുമ്പോൾ പല്ലുറുമ്പിക്കൊണ്ട് അവനു മുന്നിൽ കീഴടങ്ങിയ അൻവർ. SIയും അൻവറും കൂടി അവനെ താങ്ങിയെടുത്ത് മുകളിലേക്ക് പോകുമ്പോൾ സുദർശന് നേരെ തിരിഞ്ഞു സാം.
എന്നാൽ അവൻ അറിഞ്ഞിരുന്നില്ല നിലത്തേക്ക് വീണുപോയ സുദർശൻ ആ കത്തി കൈക്കലാക്കിയിരുന്നെന്നത്. സാം, നിനക്കെത്ര കാശ് വേണമെങ്കിലും തരാൻ ഞാൻ. എന്നെ ഒന്ന് വെറുതെ വിട്. ജീവിതത്തിൽ ഞാനൊന്ന് സുഖിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ്. ആ സുഖം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അവളെ, അഞ്ജനെ കൂടി എനിക്ക് താ. കൊതിച്ചു കൊതിച്ച് ഇന്നത്തേക്ക് വെച്ചിരുന്നതാ ഞാൻ. വേണമെങ്കിൽ നിനക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ഒന്നിച്ചനുഭവിക്കാം. നിലത്ത് കിടന്നുകൊണ്ട് സുദർശൻ പറയുന്നത് കേൾക്കെ സാമിന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോയി. സുഖിപ്പിക്കാൻ നിന്നെ ഞാൻ. കലിയടക്കാൻ കഴിയാതെ അയാൾക്ക് നേരെ പാഞ്ഞു അവൻ. അടുത്ത നിമിഷം കയ്യിലൊളിപ്പിച്ച കത്തി ഉയർത്തി സാമിന് നേരെ ആഞ്ഞു വീശി സുദർശൻ. അടങ്ങാത്ത രോഷത്തിൽ അലറി വിളിച്ചു അയാൾ. ചോരയുടെ ഗന്ധം ആ മുറിയിലാകെ പരന്നു. പമ്പ് ജീവനക്കാരനെ താങ്ങിപ്പിടിച്ച് അൻവറും എസ്ഐയും മുറ്റത്തേക്കിറങ്ങുമ്പോൾ പോലീസ് അറിയിച്ചത് പ്രകാരം ആംബുലൻസ് എത്തിയിരുന്നു. അയാളെ ആംബുലൻസിലേക്ക് കിടത്തി തിരിയവേ പെട്ടെന്ന് ഒരു വെടിയൊച്ച മുഴങ്ങി കേട്ടു. എല്ലാവരും അത് കേട്ട് നടുങ്ങുമ്പോൾ അൻവറിന്റെ തൊണ്ട വരണ്ടുപോയി. സാംസാർ! നടുക്കത്തോടെ പെറുപെറുത്തുകൊണ്ട് അവൻ ശരവേഗത്തിൽ അകത്തേക്ക് പാഞ്ഞു. അണ്ടർഗ്രൗണ്ടിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിയിറങ്ങുമ്പോൾ അവൻ കണ്ടു ചോരയൊലിക്കുന്ന വലത്തു കൈയിൽ മുറുകെ പിടിച്ച് നിലത്തേക്ക് മുട്ടുകുത്തിയിരിക്കുന്ന സാമിനെ. അവനരികിൽ സർവീസ് ഗൺ കിടന്നിരുന്നു. തൊട്ടുമുന്നിലായി നെഞ്ചിൽ വെടിയേറ്റ് നിശ്ചലനായി സുദർശനും. സർ, എന്താ പറ്റി? അൻവർ ഓടി വന്ന് പിടിക്കുമ്പോൾ പതിയെ എഴുന്നേറ്റു സാം. അവൻ എന്നെയൊന്ന് പൂളിയടാ. അടുത്തത് കഴുത്തിന് നേരെയാണ് വന്നത്. ഗതിയില്ലാതെ എടുത്ത് പൊട്ടിച്ചതാ. ആ മറുപടി കേട്ട് നിലത്തേക്ക് നോക്കുമ്പോൾ അൻവർ കണ്ടു സുദർശന്റെ കൈയുടെ അരികിലായി ചോരയിൽ കുതിർന്ന ആ കത്തി. ചത്ത് തുലയട്ടെ സാർ. ഇവനൊക്കെ അല്ലേലും ജീവിച്ചിരിക്കാൻ അർഹനല്ല. മുന്നേ കൊന്നുകളയേണ്ടതായിരുന്നു ഈ പന്നിയെ. അവൻ പല്ലിറുമ്പുമ്പോൾ പതിയെ എഴുന്നേറ്റ് വേച്ചു വെച്ച് സ്റ്റെപ്പിനരികിലേക്ക് നടന്നു സാം. അൻവർ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ താനൊന്ന് സെറ്റിലാക്ക്. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോട്ടെ. സർ, ഞാൻ കൂടി വരാം. ഒറ്റയ്ക്ക് പോകണ്ട. അൻവർ പിന്നാലെ എത്തുമ്പോൾ സ്റ്റെപ്പ് കയറി തുടങ്ങിയിരുന്നു സാം. ഡോൺ വറി അൻവർ, ഐ ആം ഓക്കെ. താനിവിടെ കാര്യങ്ങൾ നോക്ക്. ഞാൻ ഏതേലും PC വിളിച്ചു പോയിക്കോളാം. ചോരവാർന്ന കൈയുമായി സാം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ നിശബ്ദനായി നോക്കി നിന്നു അൻവർ. തിരിഞ്ഞ് ചലനം മറ്റ് നിലത്ത് കിടക്കുന്ന സുദർശനെ നോക്കുമ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നി അവന്. ബോഡി അല്പസമയം കൂടി നോക്കി നിന്നു അവൻ. കള്ളം മോൻ, കുറേയങ്ങ് അഭിനയിച്ചു. പിറുപിറുത്തുകൊണ്ട് അൻവർ പതിയെ മുകളിലേക്ക് കയറിപ്പോയി. അങ്ങനെ വലിയൊരു ദൗത്യം വിജയകരമായി തന്നെ അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ മുതൽ ആ വാർത്ത മീഡിയാസ് ആഘോഷമാക്കിയിരുന്നു. സിറ്റിയിലെ കൊലപാതക പരമ്പരകൾക്ക് ഞെട്ടിപ്പിക്കുന്ന പര്യവസാനം. പ്രതി ഡോക്ടർ സുദർശൻ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. നിസ്സാര പരിക്കുകളോടെ പ്രതിയെ കീഴടക്കി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടവരെ രക്ഷിച്ച ASP സാം അലക്സ്, CI അൻവർ എന്നിവർക്ക് മുഖ്യമന്ത്രിയുടെ പ്രത്യേക അനുമോദനം. കേസിനെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് ചേരുന്ന ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിനു ശേഷം പുറത്തുവിടുമെന്ന് DGP ശ്രീവാസ്തവ അറിയിച്ചു. പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് കൃത്യം 10 മണിക്ക് സാം DGP ഓഫീസിലെത്തി. ഇത്തവണ അൻവറിനെയും കൂടെ കൂട്ടിയിരുന്നു അവൻ. നിറഞ്ഞ കയ്യടിയോടെയാണ് സുപ്പീരിയേഴ്സ് അവനെ എതിരേറ്റത്. സാം, എങ്ങനെയുണ്ട് തന്റെ ഹെൽത്ത്? യു ഡിഡ് എ ഗുഡ് ജോബ്. ഫോഴ്സിന്റെ അഭിമാനമാണ് നിങ്ങൾ. ശ്രീവാസ്തവ ഏറെ സന്തോഷവാനായിരുന്നു. വളരെ നന്ദി സർ, ഞാനിപ്പോൾ ഓക്കെയാണ്. ഭവ്യതയോടെ മറുപടി പറഞ്ഞു അവൻ. സാം, ഇനി താൻ പറയ്. ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെ ഈ സുദർശനെ നിങ്ങൾ കുടുക്കി? SP അനിരുദ്ധൻ ഓർമ്മിപ്പിക്കുമ്പോൾ പതിയെ ഇവർക്കും അഭിമുഖമായി നിന്നു സാം. സർ, ഒരുപാട് അഭിമാന നിമിഷമാണിത്. കാരണം ഈ കേസ് കയ്യിലെത്തിയത് മുതൽ വളരെയേറെ ബുദ്ധിമുട്ടി ഞങ്ങൾ. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പലതും. ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാനും അൻവറും ഈ കേസിൽ വിജയം കണ്ടത്. ഒന്നു നിർത്തി നെടുവേർപ്പിട്ട് വീണ്ടും തുടർന്നു സാം. കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ വളരെ യാദൃശ്ചികമായാണ് ഡോക്ടർ സുദർശന്റെ മേൽ എന്റെ ശ്രദ്ധ പതിഞ്ഞത്. ആദ്യത്തെ ബോഡി കിട്ടിയ റെയിൽവേ ട്രാക്കിനരികിൽ നിന്നും എനിക്ക് കിട്ടിയ 2 തെളിവുകൾ: ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള സിഗരറ്റ് കുറ്റി, പിന്നെ ഒരു സ്പോർട്സ് ഷൂസിന്റെ പ്രിന്റ്. കൊലയാളിയുടേതാണോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഈ തെളിവുകൾ വെച്ചാണ് ഞങ്ങൾ ആരംഭിച്ചത്. കൺമുന്നിൽ കാണുന്നതൊക്കെയും ആ സമയം സംശയത്തോടെ മാത്രമാണ് ഞാൻ നോക്കിക്കണ്ടത്. 2ാമത്തെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഡീറ്റെയിൽസ് വാങ്ങാൻ ഹോസ്പിറ്റലിൽ പോയ ദിവസം എന്നെ കണ്ടപാടെ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സുദർശൻ ഓടിയെത്തുമ്പോഴാണ് ആദ്യമായി ഞാൻ അയാളെ ശ്രദ്ധിച്ചത്. കാരണം അയാൾ അന്ന് കളഞ്ഞ ആ സിഗരറ്റ് ബോഡി കിടന്നിരുന്ന സ്ഥലത്തു നിന്നും കിട്ടിയ സെയിം ബ്രാൻഡായിരുന്നു. സംശയിക്കാൻ അതൊരു കാരണമേ അല്ലായിരുന്നു. പക്ഷേ അയാളിലൊരു കണ്ണു വെച്ചിരുന്നു ഞാൻ. കാരണം വല്ലാത്തൊരു പരവേശം അയാളിൽ അപ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നു. അതൊരു വ്യക്തമായ സംശയമാകാനുള്ള കാരണമുണ്ടായത്
അന്ന് വൈകുന്നേരം നടന്ന ആ ഒരു സംഭവമാണ്. സാം ഒന്ന് പറഞ്ഞു നിർത്തുമ്പോൾ കൂടുതൽ ആകാംക്ഷഭരിതനായി അവനെ നോക്കിയിരുന്നു എല്ലാവരും. അത് കണ്ടിട്ട് വീണ്ടും തുടർന്നു അവൻ. ഓഫണേജിന് മുന്നിൽ അപരിചിതനെ കണ്ടുവെന്ന് ഡോക്ടർ പറഞ്ഞതിന് പ്രകാരം അവിടെ അന്വേഷിക്കാൻ പോയ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും തന്നെ കിട്ടിയില്ല. ഓഫണേജ് ലക്ഷ്യം വെച്ച് വന്ന കൊലയാളിയെ ഡോക്ടർ കണ്ടത് ഓഫണേജിലേക്ക് തന്റെ കാറിൽ എത്തുമ്പോഴാണ്. അയാളെ കണ്ട് സംശയം തോന്നി ഗേറ്റിനരികിൽ വണ്ടി നിർത്തി ഡോക്ടർ ഇറങ്ങി. ആ സമയം അതിലെയുള്ള റൂട്ട് ബസ് വന്നു. ആ ബസിന്റെ മറവിൽ കൊലയാളി രക്ഷപ്പെട്ടു. ഇതായിരുന്നു സുദർശൻ ഞങ്ങൾക്ക് തന്ന മൊഴി. അതിൻ പ്രകാരം ബസ് ജീവനക്കാരോട് ആദ്യമൊന്ന് അന്വേഷിച്ചെങ്കിലും വലിയ ഫലമുണ്ടായില്ല. മാത്രമല്ല വേറെ ദൃക്സാക്ഷികളില്ല. ഓഫണേജ് ഗേറ്റിലെ ക്യാമറ വർക്കിംഗ് ആയിരുന്നില്ല. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ. പക്ഷെ ഓരോന്നിനും വ്യക്തമായ കാരണവും അയാളെന്ന് നിരത്തിയിരുന്നു. പക്ഷേ ആ കഥ അയാളുടെ സൃഷ്ടിയാണോ എന്ന സംശയം എന്റെ പോലീസ് ബുദ്ധിയിൽ അന്ന് ഉദിച്ചു. അതൊരു വെറും സംശയമല്ല എന്നത് 2 ദിവസം മുന്നേ കൃത്യമായി ബോധ്യപ്പെട്ടു. നമ്മുടെ ഒരു മിനിസ്റ്ററിന്റെ കാർ ആ റൂട്ടിൽ ഒരു ആക്സിഡന്റിൽ പെട്ടതായി വാർത്ത വന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ ആക്സിഡന്റിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു. യെസ്, നമ്മുടെ ടൂറിസം മന്ത്രിയുടെ കാർ. ശ്രീവാസ്തവ ആ സംഭവം ഓർത്തെടുത്തു. യെസ്, അത് തന്നെ സർ. അന്ന് ആ അപകട ദൃശ്യങ്ങൾ പതിഞ്ഞത് മന്ത്രിയുടെ കാറിന്റെ തൊട്ടു പിന്നാലെ പോയിരുന്ന ബസ്സിൽ ഘടിപ്പിച്ചിരുന്ന ക്യാമറയിലായിരുന്നു. റോഡ് അപകടങ്ങൾ പെരുകുന്നത് കൊണ്ട് ഒരു മുൻകരുതലെന്നോണം ബസ് ഉടമ വണ്ടിയിൽ ഘടിപ്പിച്ചതായിരുന്നു ആ ക്യാമറ. അതേ ബസ്സായിരുന്നു അന്ന് ഡോക്ടർ പറഞ്ഞ സമയത്ത് അതുവഴി കടന്നുപോയത്. അത് കുറച്ചകലെയുള്ള ടെക്സ്റ്റൈൽസിലെ ക്യാമറയിൽ നിന്നും മനസ്സിലായിരുന്നു. സോ അവരുടെ ഫുട്ടേജ് കളക്ട് ചെയ്ത് വിശദമായി പരിശോധിച്ചു. അവിടെയാണ് ഡോക്ടറുടെ കള്ളത്തരം പൂർണ്ണമായും മനസ്സിലായത്. അയാൾ പറഞ്ഞ കഥയിലേതുപോലെ ഓടിമറയുന്ന കുറ്റവാളിയെയോ അവനെ കണ്ട് പരിഭ്രാന്തനായി നോക്കുന്ന ഡോക്ടറെയോ അല്ല ഞാൻ അവിടെ കണ്ടത്. ആ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ ഓഫണേജ് ഗേറ്റിന് വെളിയിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ചാരി നിന്ന് കൂളായി സിഗരറ്റ് വലിച്ചു നിൽക്കുകയായിരുന്നു സുദർശൻ. അതൊരു എൽ ഷേപ്പ് വളവായതിനാൽ കൃത്യമായെല്ലാം ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അതൊരു പ്ലേ ആയിരുന്നു. കേസിന്റെ ഗതി മനസ്സിലാക്കാൻ ഞങ്ങൾക്കൊപ്പം ചേരാനുള്ള അയാളുടെ പ്ലേ. അതിനുശേഷം പക്ഷേ വെൽ പ്ലാൻഡ് ആയിരുന്നു അവൻ. രേഖാചിത്രം വരച്ചപ്പോൾ മനഃപൂർവ്വം തന്റെ അനുയായിയായ സെൽവത്തിന്റെ അടയാളങ്ങളാണ് അവൻ നൽകിയത്. കാരണം എപ്പോഴെങ്കിലും കുടുങ്ങിയാൽ അവനെ ബലിയാടാക്കാൻ അയാൾ അന്നേരമേ പ്ലാൻ ചെയ്തിരുന്നു. ബ്ലഡി റാസ്കൽ. ഒക്കെയും കേട്ട് ശ്രീവാസ്തവ പല്ലിറുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു സാം. ആദ്യം മുതലേ ഒരു സ്പാർക്ക് മനസ്സിൽ വീണതുകൊണ്ട് തന്നെ അവനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു ഞാൻ. ഞങ്ങൾക്കിടയിൽ പലപ്പോഴും ഇടിച്ചിടിച്ചു വന്ന് കയറി സുദർശൻ. അങ്ങനെയാണ് അവനൊപ്പം അന്ന് ക്രിക്കറ്റ് മാച്ച് കാണുവാൻ പോയത്. അന്നേ ദിവസം തീർത്തും അപ്രതീക്ഷിതമായി ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ആ ഷൂ പ്രിന്റിന്റെ അവകാശിയെ കിട്ടി എനിക്ക്. ഒപ്പം തന്നെ അന്ന് കിട്ടിയ അതേ ബ്രാൻഡ് സിഗരറ്റ് അവന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി വലിച്ചു ഞാൻ. അതോടെ സംശയങ്ങൾ ഇരട്ടിയായി. പിന്നെ അവന്റെ പിന്നാലെയായിരുന്നു ഞാൻ. അതിനോടകം തന്നെ ആ ഷൂവിന്റെ പ്രിന്റ് കളക്ട് ചെയ്ത് കൺഫേം ചെയ്തിരുന്നു. പിന്നീടാണ് ഈ കാര്യങ്ങളെപ്പറ്റി അൻവറിനും ചെറിയൊരു സൂചന നൽകിയത്. ആ ഒമ്നി വാനും താടിക്കാരനും എത്തിയതോടെ അന്വേഷണം വീണ്ടും വഴിമുട്ടിയതാണ്. പക്ഷേ ആയിടയ്ക്ക് നടത്തിയ ചെറിയൊരു അന്വേഷണത്തിൽ ഡോക്ടർ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്നും അവന് പണ്ട് പൊതി എത്തിച്ചു കൊടുത്തിരുന്നത് സമ്പത്തായിരുന്നെന്നും കണ്ടെത്തി. അതോടെ ആ വണ്ടി നമ്പർ എങ്ങനെ എത്തിയെന്നതിനും വ്യക്തമായ ഉത്തരമായി. സമ്പത്തിന്റെ കേസിൽ പങ്കില്ല എന്നതും അന്വേഷണത്തിൽ തന്നെ മനസ്സിലായി. പക്ഷേ നിങ്ങളെപ്പോഴാണ് ഇയാൾ കൊലപാതകിയാണെന്ന് ഉറപ്പിച്ചത്? അതുപോലെ ആ തമിഴനുമായി എങ്ങനെ ഇയാൾക്ക് കോണ്ടാക്ട് ഉണ്ടായി? ADGP ലക്ഷ്മൺ ഏറെ ആകാംക്ഷയിൽ ചോദിക്കവേ വീണ്ടും തന്റെ കണ്ടെത്തലുകൾ വിവരിച്ചു സാം. സർ, പമ്പിലെ ജീവനക്കാരൻ പറഞ്ഞ അതേ അടയാളങ്ങൾ, താടിയും കൂളിംഗ് ഗ്ലാസും ക്യാപ്പുമെല്ലാം സുദർശന്റെ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്ത് ഒരു മേക്ക് ഓവർ നടത്തി ഞങ്ങൾ. ആ ചിത്രം പമ്പ് ജീവനക്കാരൻ കൃത്യമായി തിരിച്ചറിഞ്ഞു. അതോടെ സുദർശൻ എന്ന കൊലയാളിയുടെ മുഖം ഞങ്ങൾ ഉറപ്പിച്ചു. പിന്നെ സെൽവം. അവനെ ഇയാൾ കണ്ടുമുട്ടുന്നതും മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. ഏതോ ഒരു ബന്ധുവിനൊപ്പം ഹോസ്പിറ്റലിൽ പോയ സെൽവം അവിടെ വെച്ച് ഒരു നഴ്സിനെ കയറി പിടിച്ച് പ്രശ്നമുണ്ടാക്കി. ഒരുപക്ഷെ തന്റെ അതേ മനോഭാവമുള്ള ആളാണെന്ന് മനസ്സിലായതുകൊണ്ടാവണം പതിയെ അവനെ കൂട്ടുപിടിച്ചു സുദർശൻ. ഇതെല്ലാം നിഗമനങ്ങൾ മാത്രമാണ് സാർ. കാരണം കൃത്യമായി മൊഴി നൽകാൻ ഈ രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ യാദൃശികമായി സെൽവത്തിന്റെ മുഖം ഞങ്ങൾ കണ്ടെത്തിയെന്നതറിഞ്ഞോടെ അവനെയും വകവരുത്തി അയാൾ. രാവിലെ ഫോറൻസിക് ലാബിൽ നിന്നും റിപ്പോർട്ടെത്തി. കോഴി ഫാമിനോട് ചേർന്നുള്ള വീട്ടിൽ നിന്നും കിട്ടിയ ബ്ലഡ് സാമ്പിൾ സെൽവത്തിൻ്റെതാണ്. അതുപോലെ സെൽവത്തിന്റെ നഖത്തിൽ നിന്നും ലഭിച്ചത് സുദർശന്റെയും. ഒപ്പം ഈ തെളിവുകൾക്കെല്ലാം മേലെയായി ഇന്നലെ രാത്രി തന്നെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട അഞ്ജന അവനെ തിരിച്ചറിഞ്ഞു. അതോടെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി. സാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഏറെ ആശ്വാസം തോന്നി ശ്രീവാസ്തവയ്ക്ക്. പക്ഷെ അപ്പോഴും 1-2 സംശയങ്ങൾ കൂടി അയാളിൽ ബാക്കി നിന്നു. സാം,
അപ്പോൾ ഡോക്ടറിന് നേരെയുണ്ടായ ആക്രമണം, പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ കിഡ്നാപ്പിംഗ്. അതുമാത്രമല്ല, കുട്ടികളെ ഒരു ബലപ്രയോഗം പോലുമില്ലാതെ എങ്ങനെ ഇയാൾ കടത്തി? ആ സംശയങ്ങൾക്ക് നേരെ ആദ്യമൊന്ന് പുഞ്ചിരിച്ചു സാം. സർ, നമ്മളെ വഴിതെറ്റിക്കാൻ അവൻ പല അടവുകളും പയറ്റി. രണ്ടാമത്തെ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ചിലപ്പോൾ ഇവൻ മാറ്റി എഴുതിയതാകാം. പക്ഷേ അത് നമുക്ക് മറക്കാം സാർ. കാരണം ഇതിനോടകം മണ്ണിൽ അലിഞ്ഞു ചേർന്നു തുടങ്ങിയ ആ പാവം കുട്ടിയുടെ ബോഡി മാന്തിയെടുത്ത് ചാരിത്രം പരിശോധിക്കുന്നത് മനുഷ്യത്വമല്ല. പിന്നെ ആ മുറിവ് ഒരുപക്ഷെ സെൽവത്തിനെ വകവരുത്തുന്നതിനിടയിൽ സംഭവിച്ചതാകാം. അതിനെ അയാൾ ഒരു ആക്രമണമാക്കി മാറ്റി. പിന്നെ കിഡ്നാപ്പിംഗ്. അത് സെൽവത്തിനെ പറ്റി അന്വേഷണമുണ്ടായാൽ ഉറപ്പായും പിടിവീണേക്കുമെന്ന തോന്നലുണ്ടായപ്പോൾ രക്ഷപ്പെടാനുള്ളൊരു ശ്രമമായിരുന്നു. അതിന് വ്യക്തമായ തെളിവുണ്ട്. ആ കിഡ്നാപ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണ്. പിന്നെ രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായിരുന്നു എല്ലാം നിർത്തിപ്പോകുന്നു എന്ന രീതിയിൽ എനിക്ക് വന്ന ഫോൺ കോൾ. പക്ഷേ അവിടെ ഞാനൊന്ന് കളിച്ചു. എന്റെ അന്വേഷണം മറ്റൊരാളിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് അവനെ എന്റെ സംസാരത്തിലൂടെ ബോധ്യപ്പെടുത്തി ഞാൻ. അതിലൂടെ സുദർശനൊന്ന് സമാധാനിച്ചു. സാം പറഞ്ഞു നിർത്തുമ്പോൾ ഒരു സംശയം കൂടി ശ്രീവാസ്തവയിൽ അവശേഷിച്ചിരുന്നു. അതിനുള്ള മറുപടിയായിരുന്നു അവൻ അടുത്തായി നൽകിയത്. സർ, ഈ പെൺകുട്ടികളെ സുദർശന് മുന്നേ പരിചയമുണ്ട്. അവർക്ക് ഇയാളൊരു നന്മമരമായിരുന്നു സർ. സ്കൂളുകളിലും കോളേജുകളിലും ചാരിറ്റി ബോധവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് കയറിയിറങ്ങുമായിരുന്നു. എന്റെ മകൾ പഠിക്കുന്ന സ്കൂളിലും ഇവന്റെ ഒരു പ്രോഗ്രാം നടക്കേണ്ടിയിരുന്നതാണ്. അങ്ങനെയുള്ള പരിചയമാണ് കുട്ടികളെ കടത്താനും ഇയാൾ ഉപയോഗിച്ചത്. ഈ പറഞ്ഞതൊക്കെയും ഈ ഫയലുകളിൽ ഡീറ്റെയിൽഡായി ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട് സർ. അന്വേഷണ റിപ്പോർട്ട് ശ്രീവാസ്തവയ്ക്ക് കൈമാറി സാം. ആ നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരിക്കൽ കൂടി കൈയടിച്ചു എല്ലാവരും. സർ, ഈ സുദർശൻ ഒരുതരം സൈക്കോ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അമിതമായ കഞ്ചാവിന്റെ ഉപയോഗം അയാളെ അങ്ങനെയൊക്കെ മാറ്റിയതാണ്. കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി ബ്രൂട്ടലായി റേപ്പ് ചെയ്യുക എന്നത് മാത്രമല്ല, അവരെ ക്രൂരമായി കൊല്ലുന്നതും അയാൾ ആസ്വദിച്ചിരുന്നു. മെന്റൽ പേഷ്യന്റ് ആണെന്ന് സ്വന്തമായ ഒരു സർട്ടിഫിക്കറ്റ് ഫേക്കായി അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സ്വത്തും മോഹിച്ചാണ് അയാൾ ആ മെന്റൽ പേഷ്യന്റായ സ്ത്രീയെ വിവാഹം ചെയ്തത്. ആവശ്യം കഴിഞ്ഞതോടെ അവരുടെ കഥ കഴിച്ചു. ഒരുപക്ഷെ അവരുമൊത്തുള്ള ദിനങ്ങളിൽ സെക്സിന്റെ സുഖം അറിയാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവണം അമിതമായ ആക്രാന്തത്തോടെ പാവം കുട്ടികൾക്ക് മേൽ അവൻ. വല്ലാത്ത അറപ്പ് തോന്നും സാർ കേട്ടാൽ. മോർച്ചറിയിലെത്തിയിരുന്ന സ്ത്രീകളുടെ ബോഡികളെ പോലും ഇവൻ വെറുതെ വിട്ടിരുന്നില്ല. പുറത്ത് മാന്യതയുടെ ചട്ടക്കൂട് തീർത്ത ഒരു എക്സ്ട്രീം ലെവൽ സൈക്കോ. അതായിരുന്നു ഡോക്ടർ സുദർശൻ. ഒന്നും നിർത്തുമ്പോൾ സാമിന്റെ ഉള്ളിലെ അമർഷം എല്ലാവരും തൊട്ടറിഞ്ഞു. ആ കുട്ടികൾ ഓക്കെയാണോ ഇപ്പോ? അതുപോലെ ആ പമ്പിലെ സ്റ്റാഫ്? ആനന്ദ് മേനോന്റെ ചോദ്യത്തിന് മറുപടി നൽകിയത് അൻവർ ആയിരുന്നു. സർ, പമ്പിലെ ജീവനക്കാരനും അഞ്ജനയും ഓക്കെയാണ്. പക്ഷെ രമ്യ, ആ കുട്ടിയെ വല്ലാണ്ട് ഉപദ്രവിച്ചു അയാൾ. ബ്രൂട്ടലായി റേപ്പ് ചെയ്തു. ഒരു വട്ടമല്ല, ഒന്നിലധികം വട്ടം. ആ കുട്ടിയും ഓക്കെയായി വരുന്നുണ്ട്. ആ മറുപടി ഇവരിലും ഒരു നോവ് പടർത്തി. ആ സമയം പതിയെ എഴുന്നേറ്റു ശ്രീവാസ്തവ. എനിവേ, കൺഗ്രാറ്റ്സ് സാം ആൻഡ് അൻവർ. നിങ്ങൾ രണ്ടാളും ഇന്ന് ഫോഴ്സിന്റെ തന്നെ അഭിമാനമാണ്. കൈയുടെ മുറിവ് ഭേദമാകുന്നവരെ സാം ഒന്ന് റെസ്റ്റ് എടുത്തോ. ഞാൻ മീഡിയാസിനൊന്ന് കാണട്ടെ. താനും വാ, നമുക്ക് ഡീറ്റെയിൽസ് അവർക്ക് കൈമാറാം. ഇപ്പോ അവരുടെ ഹീറോയാണ് താൻ. ഏയ് വേണ്ട സാർ, അതിനൊന്നും ഞാനില്ല. അതൊക്കെ സാറിന്റെ ഡ്യൂട്ടി. ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ. ഒരു റെസ്റ്റ്, അത് അനിവാര്യമാണ് എനിക്ക്. സാം പറഞ്ഞത് കേട്ട് പതിയെ അരികിലേക്ക് എത്തി അവന്റെ ചുമലിൽ തട്ടി ശ്രീവാസ്തവ. ഓക്കെ സാം, എന്നാ താൻ വിട്ടോ. ശ്രീവാസ്തവ പുഞ്ചിരിയോടെ പറയുമ്പോൾ സുപ്പീരിയേഴ്സിന്റെ അനുമതിയോടെ സാം പുറത്തേക്ക് നടക്കുമ്പോൾ പിന്നാലെ ചെന്നു അൻവറും. സാർ, ഞാനൊപ്പം വരണമോ? ഏയ് വേണ്ട അൻവർ, ഡ്രൈവറുണ്ട്. താനും വീട്ടിലേക്ക് വിട്ടോ. ഫാമിലിയൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്. പിന്നെ ആ സാദിഖ് വിളിച്ചിരുന്നു കേട്ടോ. കുറെ മാമ്പു പറഞ്ഞു കക്ഷി. നിന്നോട് ഒരു ഈഗോ ക്രാഷ് ഉണ്ടായതാണ് പുള്ളിക്ക്. ഒപ്പം നിർമ്മൽദാസിന്റെ വക ഒരു ചാരപ്പണി കൂടി. ആ പഴയ കഞ്ചാവ് കേസ് ഞാൻ കുത്തിപ്പൊക്കുമോ എന്നറിയാൻ അവന്റെ ചാരനായി നമുക്കൊപ്പം വന്നിടിച്ചു കയറിയതാണ് കക്ഷി. അത് കേട്ട് പുഞ്ചിരിച്ചു അൻവർ. നിമിഷങ്ങൾക്കകം സാമിന്റെ വണ്ടി റോഡിലേക്ക് കയറി. സാമിനെ യാത്രയാക്കി തിരിയുമ്പോൾ അൻവറിനരികിലേക്ക് എത്തിയിരുന്നു ആനന്ദ് മേനോൻ. അൻവർ, സാമിന്റെ കയ്യിലെ മുറിവെങ്ങനെയുണ്ട്? ഓ, അത് ചെറിയൊരു പോറലാണ് സർ. കുറച്ച് രക്തം പോയി. അവൻ കത്തിക്കൊന്നു പോറിയതാണ്. ഭാഗ്യം കൊണ്ട് വേറെ ആപത്തൊന്നും ഉണ്ടായില്ല. അൻവറിന്റെ മറുപടി കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു ആനന്ദ് മേനോൻ. താൻ കണ്ടോ അവനത് ചെയ്യുന്നത്? ആ ചോദ്യം കേട്ട് സംശയത്തിൽ അൻവർ നോക്കുമ്പോൾ വീണ്ടും പുഞ്ചിരിച്ചു ആനന്ദ് മേനോൻ. അൻവറെ, എനിക്കറിയാവുന്നൊരു സാമ്പിളെക്സ് ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഫോഴ്സിലെ തന്നെ വെൽ ട്രെയിൻഡായ കുറ്റവാളികളെ തന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ചുരുട്ടിക്കൂട്ടുന്ന ഒരു ആൺകുട്ടി.
അവന്റെ മുന്നിലാണോ ഒരു പീറക്കത്തിയുമായി ഒരു ഡോക്ടർ, അതും സാമിന്റെ പാതി ആരോഗ്യമുള്ള. ഒന്ന് നിർത്തുമ്പോൾ അന്താളിച്ചു നോക്കി നിൽക്കുകയായിരുന്നു അൻവർ. എന്തായാലും വെടി, അത് അറിയാതെ പൊട്ടിയതായാലും ഇനി പൊട്ടിച്ചതായാലും ആ സുദർശൻ, അവൻ ചാവേണ്ടവൻ തന്നെയാണ്. അൻവറിനെ നോക്കി ഒരിക്കൽ കൂടി പുഞ്ചിരിച്ച് പുറത്തേക്ക് പോയി ആനന്ദമേനോൻ. നടന്ന കാര്യങ്ങൾ മനസ്സിൽ ഒരിക്കൽ കൂടി റിവൈൻഡ് ചെയ്യുമ്പോൾ അത് സത്യമാകാമെന്ന് അൻവറിനും മനസ്സിൽ തോന്നി. ഇതിനായിരുന്നു സാറേ ഞങ്ങളെ അവിടെ നിന്നും തന്ത്രത്തിൽ മാറ്റിയത്. ആത്മകഥത്തോടെ പതിയെ ജീപ്പിനരികിലേക്ക് നടന്നു അവൻ. അവന്റെ ഉള്ളിൽ അപ്പോൾ സാമിന് ഒരു ഹീറോ പരിവേഷമായിരുന്നു. പ്രിയ കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിച്ചു. കൂടുതൽ നല്ല കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.